ഇതാണ് നമ്മുടെ ചേര്. അപ്പോൾ നമ്മൾ ഇറച്ചി മേടിച്ച് അത് ചെറിയ പീസാക്കിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ തിരുമ്മി നമ്മൾ ഇതിനകത്തേക്കാണ് ഇങ്ങനെ ഓരോ തട്ടയിലേക്ക് ഇങ്ങനെ നിരത്തുക ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈ 3 അടുപ്പയിലും കുറേശ്ശെ തീ കൊടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഉണങ്ങിയെടുക്കും. ഒരാഴ്ചയും കൊണ്ട് ഉണങ്ങിയെടുക്കും. ഒരാഴ്ച വേണം. അതെ 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 അതെ. ഇതിപ്പോ ഈ 2 തട്ട് ഇപ്പൊ 2 ദിവസം കൂടെ അതെ അതെ ഏകദേശം ആയി കിടക്കുവാണ്. ബാക്കി ഇതും ഇനി ആവാനുണ്ട്. ഈ ബക്കറ്റിൽ ഇരിക്കുന്നതാണ് ഫുള്ള് ആയത്. അതെ ആയത് ആ ഒരു പരുവ നമ്മുടെ ഒരു വിറകുള്ളിയുടെയൊക്കെ ആ ഒരു പരുവായി കിട്ടും ഉണങ്ങി കഴിയും. അതെ 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 ഇതുണ്ട്. ഇങ്ങനെ ഇത് 2 ദിവസത്തെ ഉണക്കൂടെ ഉണ്ട്. അതെ അതെ നമുക്ക് നോക്കി അറിയാം. ഇതിപ്പോ നമുക്ക് ഈ ഒരാഴ്ച ആദ്യത്തെ 2 ദിവസം നമ്മൾ എപ്പോഴും ഫുൾ ടൈം ഇതിന്റെ ചുവട്ടിലായിരിക്കും തീയിട്ട് കൊടുക്കാനും. പിന്നെ നമുക്ക് കുറച്ച് തീ ചെറുതായിട്ട് കുറച്ച് കൊണ്ടുവരാം. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഓരോ പീസും തിരിച്ചും മറിച്ചു വിട്ട് ഉണക്കിയെടുക്കും. നമ്മളെ 200 കിലോമീറ്റർ താണ്ടിയിട്ട് ഇവിടെ ഒരു സംഭവം കാണാൻ വേണ്ടി വന്നിരിക്കാണ് കേട്ടോ. അതെ അതെ. ഇതെന്താ മനസ്സിലായി നിങ്ങൾക്ക്? ഇതെന്താ സംഭവം? ഇതാണ്, അതായത് ഈ കോട്ടയം ഇടുക്കി ഈ മലയോര മേഖലയിൽ 2 സാധനമാണ് തീയിലിടുക. എന്തൊക്കെയാ ചേച്ചി? ഒന്ന് റബ്ബർ ഷീറ്റ്, പിന്നെ ഇതുപോലെ ഇറച്ചി ഉണങ്ങാനായിട്ട്. അപ്പൊ നല്ല ഇടിയിറച്ചി വീട്ടിൽ തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാൻ വന്നല്ല രുചിച്ച് നോക്കാൻ ഇത് എങ്ങനെയൊക്കെ സംഭവം എന്ന് അറിയാൻ. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇത് ഫുൾ ഡീറ്റെയിൽ കിട്ടും അല്ലേ? അപ്പൊ തുടങ്ങാം നമുക്ക് പരിപാടി. തുടങ്ങാം. അപ്പൊ ബിൻചേച്ചി അമ്മച്ചിയും ഇടിയിറച്ചിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അതെ അതെ. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടികളൊന്നും പറയും. ഉരുളിക്കകത്തേക്ക് വെന്ത വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെന്ത വെളിച്ചെണ്ണ നമ്മൾ ചില നാട്ടുകളിൽ ഉരുക്ക് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറയും. നമ്മുടെ അങ്ങോട്ട് വെന്ത വെളിച്ചെണ്ണ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാർ ചെയ്തെടുക്കുന്നതാണ് ഈ വെന്ത വെളിച്ചെണ്ണ. നമ്മളിവിടെ തന്നെ തേങ്ങ മേടിച്ച് ചിരണ്ടി പിഴിഞ്ഞ് അടുപ്പിലിട്ട് ഇതാക്കി എടുക്കുന്നതാണ്. അപ്പം അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുകിട്ട് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പത്തലമുളക്, പിന്നെ തനിമയുടെ സ്പെഷ്യൽ മസാലക്കൂട്ടും കൂടെ ചേർത്ത് നല്ലവണ്ണക്ക് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ചതച്ച് വെച്ചേക്കുന്ന ഇറച്ചി ഇതിനകത്തേക്ക് ഇടും. അത് കഴിഞ്ഞ് നമ്മൾ ആ ഇറച്ചിയെ ഇങ്ങനെ നല്ലവണ്ണക്ക് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര സമയം വേണ്ടി വരും ഇത്? നമ്മളിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് സമയം മതി. നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഒരു 3 മണിക്കൂർ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും, കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. 3 മണിക്കൂറോളം എടുക്കും. എനിക്ക് തോന്നുന്നു ഇപ്പം ഒത്തിരി പേര് ഇടിയിറച്ചി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ഇത് മാത്രമേ ഇങ്ങനെ കഷ്ണത്തോടു കൂടി ഇടിയിറച്ചി കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെയും തന്നെ പൊടിയാണ്. നമുക്ക് ഈ കഷ്ണത്തോടു കൂടിയുള്ള ഇടിയിറച്ചിക്ക് നമുക്ക് ഒത്തിരി ഓർഡർ ഉണ്ട് താനും. നമുക്ക് അതിനാണ് ഡിമാൻഡ് കൂടുതൽ. അതെ അതെ അതെ. ആ ഇറച്ചി ചവയ്ക്കണം എന്നാണ് എല്ലാവരും പറയണത്. പോത്തിന്റെ ഇറച്ചി മാത്രമേ എടുക്കാറുള്ളൂ, വേറെ ഒന്നും എടുക്കുന്നില്ല. കാളയോ പശു അങ്ങനെയൊന്നും എടുക്കില്ല. നമുക്ക് പോത്തിന്റെ ഇറച്ചി അത്രയൊക്കെ ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ഇറച്ചി മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ നമ്മൾ അതിന്റെ വേസ്റ്റ് മുഴുവൻ ക്ലീൻ ചെയ്ത് കളയും. അതിനകത്ത് നെയ്യും വേസ്റ്റും ഒക്കെ ഒത്തിരി ഉണ്ടാകും. അത് മുഴുവൻ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അത് പീസാക്കിയിട്ട് മഞ്ഞപ്പൊടി, ഉപ്പും കൂടെ തിരുമ്മി, വെയിലുണ്ടായിരുന്ന സമയത്ത് നമ്മളൊരു 2 ദിവസം വെയിലത്തിട്ട് അതിൻ്റെ ആ ജലാംശം ഒന്ന് പോയി കഴിയുമ്പോഴത്തേനും ചേര കയറ്റുമായിരുന്നു. ഇതിപ്പോൾ മഴയായതുകൊണ്ട് ഇപ്പം നമ്മൾ ഇത് തിരുമ്മി നേരെ ചേരയിലേക്ക് കയറ്റുക ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു 16 വർഷമായി ഇത് വിൽക്കാനും വിൽപ്പനയ്ക്കും ഒക്കെ തുടങ്ങിയിട്ട്. മസാലയും എല്ലാം ഞങ്ങളിവിടെ ഉണ്ടാക്കി, കറുവായൊക്കെ ഞങ്ങളുടെ പറമ്പിൽ തന്നെയുണ്ട്. അതൊക്കെ എടുത്ത് ഞങ്ങൾ ഉണങ്ങി എടുത്താണ് ഇത് പൊടിച്ചെടുക്കുന്നത്. വേറെ പുറത്തുനിന്നൊന്നും മേടിച്ച് എടുക്കുന്നില്ല, എല്ലാ കൂട്ടുകളും മേടിച്ച് പൊടിക്കുകയാണ്. അങ്ങനെയാണ് മസാലക്കൂട്ട് ഉണ്ടാക്കുന്നത്. ആ പണ്ടത്തെ രുചിയും മഹിമയും കിട്ടാൻ വേണ്ടി എല്ലാം പറമ്പിൽ നിന്ന് തന്നെ ഉപയോഗിച്ചെടുക്കുകയാണ്. സ്പെഷ്യൽ മസാലക്കൂട്ട്. മസാലയാണേലും നമ്മളൊന്നും പുറത്തുനിന്നൊന്നും മേടിക്കുന്നില്ല, എല്ലാം ഇവിടെ തന്നെ റെഡിയാക്കി എടുക്കുവാണേ. മുളകൊക്കെ ആണെങ്കിലും മേടിച്ച് കഴുകി ഉണങ്ങി പൊടിച്ചെടുക്കുക. ഇറച്ചി ഇട്ടു നമ്മൾ ഇതിനകത്ത് ആ മസാലയ്ക്കകത്തോട്ട് ചതച്ച് വെച്ച ഇറച്ചി ഇട്ട് നമ്മളിങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇത് നല്ല ഉണങ്ങി നല്ല ക്രിസ്പായിട്ട് വരണം. കർമുറ സൗണ്ട് വരുന്നുണ്ട് കഴിയുമ്പോ. നമ്മളെ ഇടിയിറച്ചി റെഡിയായി. കഴിച്ചു നോക്കണം. ഞാനിപ്പോ തിന്ന് തീർക്കും. അത് തീർക്കാനുള്ളതാണ് ഉണ്ടാക്കിയത്. മസാല അടിപൊളി. ഇറച്ചി നമുക്ക് നന്നായി കഴിക്കാൻ കിട്ടുന്നുണ്ട്. ഉണ്ടല്ലേ മസാലക്കൂട്ടൊക്കെ നല്ല സൂപ്പറാ. എന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കത്? ഇത് നമുക്ക് ബ്രെഡ്, ചോറ്, ചപ്പാത്തി,
പുട്ട് എന്നാത്തിന്റെ കൂടെ വേണേലും കഴിക്കാം. കപ്പ വേവിച്ചത്, ചക്ക വേവിച്ചത്, എന്തിന്റെ കൂടെ നമുക്കത് കഴിക്കാവുന്നതേ ഉള്ളൂ. പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നല്ല സാധനമല്ലേ? കൊണ്ടുപോകുന്നൊരു ജസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കാൻ എന്തോരാണ് ആവശ്യം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ജസ്റ്റ് ഈ പാക്കറ്റ് ഒന്ന് കൊണ്ടുപോയി പൊട്ടിച്ച് എത്രയാണോ കഴിക്കാൻ അവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ അത്രയും മാത്രം എടുത്ത് ഒരു ചെറിയ ചീൻചട്ടിയോ തവ എന്തെങ്കിലും വെച്ച് ഒന്ന് ചൂടാക്കി എടുത്ത് കഴിക്കുക. ബാക്കി നമ്മൾ എങ്ങനെയാലും ഒരു അടപ്പുള്ള കുപ്പിക്കകത്തോ അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റി തണുപ്പും കാറ്റും ഒന്നും കയറാതെ മൂടി പെറുക്കിയൊക്കെ ഒന്ന് വെക്കണം. പിന്നെ സ്പൂൺ ഇടുമ്പോൾ നല്ല സ്പൂൺ ഇട്ടൊന്നും എടുക്കരുത്. കുറെ കാലം 4 മാസത്തോളം ഇരുന്നോളും. ഇത്ര പോകുന്ന ഡപ്പ് വാങ്ങിയാൽ ഒരാഴ്ച കൊണ്ട് തീരും. 4 മാസം ഒന്നും എത്തൂല അത്. അത് കടിക്കും തോറും ഇങ്ങനെ ടേസ്റ്റ് വന്നോണ്ടേ ഇരിക്കുക. ആണോ? ഇതിനൊരു പ്രത്യേക ഫാൻ തന്നെ ഉണ്ട് കേട്ടോ ഈ ഇടിയിറച്ചിക്ക്. കഷ്ണമായിട്ടുള്ളത് നല്ലതാണോ? പൊടിയേക്കാളും പൊടിയേക്കാളും തന്നെ അത് കഴിച്ചു എന്നൊരു ഫീല് തോന്നുന്നുണ്ട്. മറ്റേത് ഇതിങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഇടി? ഇല്ല, ഞാൻ കുറച്ചും കൂടി പൊടിയായിട്ടുള്ള കഴിച്ചിരിക്കുന്നത്. ആണോ? അങ്ങനെ വളരെ നൈസ് പൊടി. ഇത് തന്നെ അത്യാവശ്യം വലിയ പീസുകളാ. ചെറിയതിലൊന്നല്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെറിയ സാമ്പിള് ചെറിയ ഉരുളിക്കകത്ത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഞങ്ങള് വലിയ ഉരുളിയിലാണ് ചെയ്യാം. ഒരു 10-15 കിലോ ഇട്ട് ഇളക്കാവുന്ന വലിയ ഉരുളിയാണ്. അതിനകത്താണ് ഞങ്ങൾ തന്നെ ശരിക്കും നമ്മളൊരു വീട്ടില് ഗസ്റ്റ് വന്ന പോലെയാണ് ഇപ്പോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, അച്ചാറുകളുണ്ട്. അച്ചാറിൽ കുറെ വെറൈറ്റീസുകളുണ്ട്. ഷോപ്പ് നിൽക്കുന്ന സ്ഥലം നമ്മുടെ ഉടുകൂരുന്ന് കയറി വരുമ്പോഴത്തെ ആൽപ്പാറ എന്ന് പറയുന്നത്. ആൽപ്പാറ തനിമാൻ തന്നെയാണ് പേര്. അതേപോലെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരും. അഡ്രസ്സ് അയച്ചു കൊടുക്കുക. കൊറിയർ ഇന്ത്യയിൽ ലോകത്ത് എവിടെ വേണമെങ്കിലും അയച്ചു തരും. ഒത്തിരി പേര് വേറെ കടകളിൽ നിന്നൊക്കെ മേടിച്ചു അവർക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ആണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മേടിച്ചതാണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് വേറെ ആയിപ്പോയി. അപ്പം അങ്ങനെ ആർക്കും ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങളെ ജസ്റ്റ് ഒന്ന് വിളിക്കുകയോ മെസ്സേജ് ഇടുകയോ ചെയ്താൽ മതി. നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ഇട്ട് തരുമോ അല്ലെങ്കിൽ കറക്റ്റ് വഴി പറഞ്ഞു തരുമോ ഒക്കെ ചെയ്യും. അതായത് തനിമന്റെ റിയൽ ടേസ്റ്റുള്ള സാധനം കിട്ടണമെന്നല്ല ഇവരുടെ തന്നെ മേടിക്കണം എന്നാ പറഞ്ഞത്. വേറെ കടകളിൽ പോയി മേടിച്ചിട്ട് നമ്മുടെ അല്ലായിരുന്നു. അപ്പൊ അവർക്ക് അങ്ങനെ അബദ്ധം പറ്റി വിളിക്കാറുണ്ട്. പുറത്ത് നല്ല മഴ, കട്ടൻ ചായയും കൂട്ടി ഇങ്ങനെ അടിക്കായിരുന്നിട്ട്. കട്ടൻ ചായ തന്നെയല്ല കുപ്പി ഉണ്ടെങ്കിൽ അതൊന്നും കുടിക്കുന്ന. എന്ത് കുപ്പി? അതിന് ആവശ്യക്കാർ ഉണ്ടല്ലേ? അമ്മച്ചി പുലിയട്ടാ. അപ്പൊ എന്തായാലും അമ്മച്ചി കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഈ പ്രായത്തിലും. അമ്മച്ചിന്റെ പേരെന്താണ്? ചിന്നമ്മ അല്ലേ? അപ്പൊ ഈ പ്രായത്തിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ കൈപ്പുണ്യം ഇപ്പോഴും അതാ മോൾക്ക് പറഞ്ഞു കൊടുത്ത് അവരങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇനി കുറെ കാലം ഇങ്ങനെ പല പല ആളുകളിലേക്ക് എത്തട്ടെ ഭക്ഷണം. നല്ല നല്ല ഭക്ഷണങ്ങൾ, കൃത്രിമല്ലാത്തത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട എന്തായാലും ഓർഡർ ചെയ്യുന്നുള്ള ഉറപ്പാണ്. കണ്ടാൽ കൊതി വരും കഴിക്കാൻ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ചേച്ചിന്റെ പേരൊന്നുകൂടി പറയും. എൻ്റെ പേര് ബിനി. ബിനി ചേച്ചി, ചിന്നമ്മേ. ഓക്കെ, അപ്പൊ കണ്ടതിൽ സന്തോഷം. അപ്പോൾ ടാറ്റ ഓടിക്കാം എല്ലാവരും.